മറ്റൊരു അറസ്റ്റ് ഇന്നലെ ഉണ്ടായത് ഈ വിദ്യാർത്ഥികൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RSS അനുഭാവിയായ TG മോഹൻദാസിനെതിരായ പോലീസ് നടപടിയായിരുന്നു. 11 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇന്ന് അയാളെ ഹാജരാക്കുമെന്ന് അറിയുന്നു. കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മോഹൻദാസിനെ അർദ്ധരാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ ചന്തു നൽകും. ചന്തു ചന്ദ്രശേഖർ എനിക്കിപ്പം തത്സമയമുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. ഈ മോഹൻദാസ് വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുകയും അതിന് പിന്നാലെ തന്നെ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ശക്തമാവുകയും ഒക്കെ ചെയ്തു. FIR ഇട്ടിട്ടും എന്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് 10-12 ദിവസത്തിന് ശേഷം ഇന്നലെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പോലീസ് നീക്കങ്ങൾ, പോലീസ് നടപടികൾ? സേതുലക്ഷ്മി, ഇന്നലെ കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത TG മോഹൻദാസിനെ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി സൈബർ സെൽ ഓഫീസിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ കലാപാഹ്വാനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 11 മണിയോടുകൂടി ഇവിടെ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അദ്ദേഹത്തെ വീട്ടിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് തന്നെ 2.5 മണിക്കൂറോളം അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെ ഉപകരണങ്ങളും അവിടെ നിന്നും സൈബർ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കും. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുമോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ സൈബർ കേസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തെളിവുകളൊക്കെ ശേഖരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി കസ്റ്റഡിയിൽ വാങ്ങണോ എന്ന കാര്യം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരാനുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം BJP ഇത് സംബന്ധിച്ച് ഈ അറസ്റ്റ് വിവേചനപരമാണ് എന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടം മുതൽ RSS അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ BJP അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്തുമൊക്കെ അവിടെ BJP പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അറസ്റ്റ് വിവേചനപരമാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, അവരെ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഈ അറസ്റ്റ് ഉണ്ടായതെന്നാണ് BJP ഇതിൽ ആരോപിക്കുന്നത്. അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് BJP പ്രവർത്തകരൊക്കെ ഇവിടെ എത്താനുള്ള സാധ്യതയും ഒക്കെ പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയായിരിക്കും അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുക.